ചോദ്യം: ഭൂമിയിൽ ആദ്യമായി നടന്ന കൊലപാതകത്തിന് കാരണം എന്തായിരുന്നു? ഉത്തരം: ആദമിന്റെ മകനായ കാബീലിന് ഹാബീലിനോട് തോന്നിയ അസൂയ. ചോദ്യം: അതിന്റെ കാരണമെന്തായിരുന്നു? ഉത്തരം: അന്ന് ആദമിന് 2 ആണും 2 പെണ്ണും, മൊത്തം 4 മക്കൾ. ഓരോരുത്തർക്കും ഇണയായി ഓരോ സഹോദരിമാരെ നിശ്ചയിച്ചു കൊടുത്തു. എന്നാൽ ഹാബീലിന്റെ ഭാര്യ സുന്ദരിയും കാബീലിൻ്റേത് സൗന്ദര്യം കുറഞ്ഞവളുമായിരുന്നു. ചോദ്യം: അതിനു മുമ്പും അസൂയ ഉണ്ടായിരുന്നില്ലേ? ഉത്തരം: ഉണ്ടായിരുന്നു. ആകാശലോകത്ത് വെച്ച് ഇബിലീസിന് ആദമിനോട്. ചോദ്യം: എന്തായിരുന്നു കാരണം? ഉത്തരം: ആദ്യത്തെ മനുഷ്യനായ ആദം നബിക്ക് മുമ്പിൽ എല്ലാ മലക്കുകളോടും ഇബിലിസിനോടും സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. തന്നെക്കാൾ ആദരവ് ആദവന് ലഭിച്ചതിനാലും തീജ്വാല കൊണ്ട് പടക്കപ്പെട്ട ഇബിലീസിന് മണ്ണുകൊണ്ടുള്ള ആദമിനു മുമ്പിൽ തലകുനിക്കേണ്ടി വന്നതിനാലും ആദ്യത്തെ അഹങ്കാരത്തിനും ഈ സംഭവം ഉദാഹരണമാണ്. അന്നെങ്ങാനും ഇബിലീസിന് ആദമിനോട് അസൂയ തോന്നിയില്ലായിരുന്നുവെങ്കിൽ നാം അടക്കമുള്ള മനുഷ്യരെല്ലാം ഇന്നും സ്വർഗലോകത്ത് ജീവിക്കുമായിരുന്നു. ചോദ്യം: ഒരാളുടെ അസൂയ കാരണം മാനവരാശിക്ക് സ്വർഗവാസം തന്നെ നഷ്ടമായില്ലേ? ഉത്തരം: അതെ. അപ്പോൾ അസൂയ ചെറിയ കാര്യമല്ല. ഏത് അട്ടിമറിയും, ഭരണം മറിച്ചിടലും, യുദ്ധവും ചതിയും ഒറ്റുകൊടുക്കലും കുടുംബം തകരലും ധനനഷ്ടവും കെണിയിൽ വീഴ്ത്തലുമൊക്കെ അസൂയ കൊണ്ടുണ്ടാവാനിടയുണ്ട്. ചോദ്യം: ഇബിലീസിന് ഇന്നും മനുഷ്യനോട് അസൂയയില്ലേ? ഉത്തരം: അതെ. കിട്ടിയ ചാൻസിലൊക്കെ അവൻ നമ്മെ പിഴപ്പിക്കാൻ നോക്കും. ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടങ്ങളിലെല്ലാം പിശാചും സഞ്ചരിക്കുന്നുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചോദ്യം: പ്രവാചകന്മാരുടെ കുടുംബത്തിൽ അസൂയ ഉണ്ടായിട്ടുണ്ടോ? ഉത്തരം: യഅഖൂബ് നബിയുടെ മക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസഫിലുണ്ട്. ചോദ്യം: എന്തായിരുന്നു കാരണം? ഉത്തരം: ഇളയ പുത്രനായ യൂസഫിനോട് യാക്കൂബ് അലൈഹിസ്സലാം കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്ന തോന്നൽ കാരണം മൂത്ത സഹോദരങ്ങൾക്ക് അസൂയയുണ്ടായി. ചോദ്യം: പ്രവാചകർ പാപസുരക്ഷിതരല്ലേ? ഉത്തരം: അതെ. എന്നാൽ പ്രവാചക കുടുംബാംഗങ്ങൾ പാപസുരക്ഷിതരാവണമെന്നില്ല. ഇവർ പിന്നീട് യൂസഫ് നബിയോട് മാപ്പ് ചോദിച്ച് തൗബ ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങൾക്ക് പരസ്പരം അസൂയ തോന്നാൻ സാധ്യത കൂടുതലാണ്. ചോദ്യം: അസൂയ നന്മകളെ നശിപ്പിക്കില്ലേ? ഉത്തരം: അതെ. തീ വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മകളെ തിന്നു നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: അസൂയ എന്നാൽ എന്താണ്? ഉത്തരം: ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ വെറുക്കലും നീങ്ങിപ്പോവണമെന്ന് ആഗ്രഹിക്കലും. ചോദ്യം: അവനുള്ളതുപോലെ തനിക്കുമുണ്ടാവണമെന്ന് ആഗ്രഹിക്കലോ? ഉത്തരം: അത് അസൂയയല്ല. അതിന് മത്സരബുദ്ധി എന്നാണ് പറയുക. ഇത് തെറ്റല്ല. പലപ്പോഴും അത് ഗുണകരവുമാണ്. ചോദ്യം: തെമ്മാടിയോ കാഫിറോ തനിക്ക് ലഭിച്ച അനുഗ്രഹം ദുരുപയോഗം ചെയ്യുന്നതിനാൽ അത് നീങ്ങിപ്പോവാൻ ആഗ്രഹിച്ചാൽ അസൂയയാകുമോ? ഉത്തരം: അത് അനുവദനീയമായ അസൂയയാണ്.